ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഡി എക്സ് ബൈ പി ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ആർ. ഇതെങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ആക്ച്വലി നമുക്കറിയാം, ഈ ഡി എക്സ് ബൈ പി അല്ലെങ്കിൽ ഡി വൈ ബൈ ക്യൂ അല്ലെങ്കിൽ ഡി ഇസഡ് ബൈ ആർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്? ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ദ ഡെറിവേറ്റീവ് ഈസ് വിത്ത് റെസ്പെക്ട് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ്? ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒന്ന് മാത്രമാണുള്ളത്. പി എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ക്യൂ അനദർ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, ആർ എന്ന് പറയുന്നത് വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. ഡി എക്സും ഡി വൈയും ഡി ഇസഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ച്വലി അതൊരു ഡെറിവേറ്റീവ് ആണ്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിൽ നിന്ന് PDF എടുത്തിട്ടാണ് ഈ പറയുന്നത്. നമ്മൾ 2 പാരാമീറ്റേഴ്സ് എടുത്തു. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റഗ്രൽ കർവ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, ഹൗ ടു ഫൈൻഡ് ഇൻ്റഗ്രൽ കർവ്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ്റഗ്രൽ കർവ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇൻ്റഗ്രൽ കർവ് ഇസ് ദ ഗ്രാഫ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇൻ്റഗ്രൽ കർവ് എന്ന് പറയുന്നത്. അത് ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഇൻ്റഗ്രൽ കർവ് ആണെന്ന് പറയാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് അറ്റ് ഈച്ച് പോയിൻ്റ് ആണ്. ഓരോ പോയിന്റിലെ സ്ലോപ്പാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇൻ്റഗ്രൽ കർവ് എന്ന് പറയുന്നത് ഈച്ച് കർവ് ആണ്. ഈച്ച് കർവിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ മെത്തേഡിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് തന്നെ 3 ഡയമെൻഷണൽ സ്പേസിലാണ്. ഇഫ് വി ക്യാൻ ഡിറൈവ് ദ ഫോം equation 1, two relations of the form u1 of xyz is equal to c1 and u2 of xyz equal to c2. ഇങ്ങനെ നമ്മൾ 2 പാരാമീറ്റേഴ്സ് എടുക്കുകയാണ്. c1ഉം c2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇനിയുള്ള മെത്തേഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മെത്തേഡ് A. In practice, to find the function u1 and u2, we observe that any tangential direction through the point xyz to the surface u1 of xyz is equal to c1 satisfy the relationship. Actually എന്താണ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ? അതായത് ഡയറക്ഷൻ ഓഫ് മോഷൻ അലോങ് ദ കർവ്. കർവിലേക്ക് ഉള്ള ഡയറക്ഷൻ ഓഫ് മോഷനാണ് നമ്മൾ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ പോയിൻ്റ് ഏതാണ്? XYZ എന്ന് പറയുന്നതാണ് പോയിൻ്റ്. ടു ദ സർഫസ് പോയിൻ്റ് ഏതാണ്? u1 ഓഫ് XYZ ഇസ് ഈക്വൽ ടു c1 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ u1 ഓഫ് XYZ ഈക്വൽ ടു c1 എന്ന് അതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഡിറൈവ് ചെയ്യുമ്പോൾ ഡോ u1 ഓഫ് ഡോ ux dx പ്ലസ് ഡോ u2 ഓഫ് dy ഡോ y dy പ്ലസ് ഡോ u1 ഓഫ് ഡോ z dz ഇസ് ഈക്വൽ ടു 0. നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ആക്ച്വലി c1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഇനി നമ്മൾ അങ്ങനെ നമ്മൾ ഡോ u1 ബൈ ഡോ എക്സിനും ഡോ u1 ബൈ ഡോ വൈക്കും ഡോ u1 ബൈ ഡോ ഇസഡിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവസാനം p ഡാഷ് പ്ലസ് q ഡാഷ് പ്ലസ് r ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ആക്ച്വലി നമുക്ക് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാനായിട്ട് പറ്റും. ആക്ച്വലി നമ്മൾ അറിയേണ്ട എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് വേഗം ഒന്ന് പോകാൻ പറ്റും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എപ്പോഴും ഫൈൻഡ് ദ ഇൻ്റഗ്രൽ കർവ് ഓഫ് എന്ന് പറഞ്ഞിട്ടായിരിക്കും 3 ഇക്വേഷൻസ് തരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് സോൾവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ എന്തായാലും എക്സാമ്പിളിലേക്ക് നോക്കാം. ഇത് നമ്മുടെ
സിലബസ് ബേസ് ചെയ്തിട്ട് എഴുതിയൊരു നോട്ടാണ്. ഇതിനകത്ത് ആക്ച്വലി വേണ്ട നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നോട്ടുകളും ഇതിനകത്തുണ്ട്. ഇതിന് നമ്മൾ പറയുന്നത് പോലെ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതെല്ലാം തന്നെ നടക്കുന്ന സർഫസ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ സ്പേസിലാണ് നടക്കുന്നത്. U1ഉം U2 എന്ന് പറയുന്നത് 2 ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻസ് ആണ്. U1ഉം U2ഉം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ U1/U2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം അല്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. Solve x dx by y square z is equal to dy by x z is equal to dz by y square. ഇതാണ് സോൾവ് ചെയ്യേണ്ട ആദ്യത്തെ പ്രോബ്ലം. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്രാക്ഷൻസ്. ആദ്യത്തെ 2 ഫ്രാക്ഷനെയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഓക്കെ, എക്സ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഇസഡ് ഇസ് ഇക്വൽ ടു ഡി വൈ ബൈ എക്സ് ഇസഡ്. ഓക്കെ, നമുക്ക് എക്സ് ഇസഡ് എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ട് എവിടെ ഉണ്ട്? ഡിനോമിനേറ്റേഴ്സിലുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ക്യാൻസൽ ചെയ്ത് കളയാണ്. സോ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡി എക്സ് ഇസ് ഇക്വൽ ടു ഡി വൈ ബൈ എക്സ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഡി വൈ ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എക്സിൻ്റെ ടേംസിന് ഒരുമിച്ച് നിർത്തുകയാണ്, വൈൻ്റെ ടേംസിന് ഒരുമിച്ച് നിർത്തുകയാണ്. എക്സിൻ്റെ ടേംസിന് ഒരുമിച്ച് നിർത്തുക എന്ന് പറയുമ്പം ഡി വൈൻ്റെ താഴത്ത് കിടക്കുന്ന എക്സിനെ എക്സിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്താകും? താഴത്ത് കിടക്കുന്ന ഡിവിഷൻ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? അത് മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. അങ്ങനെയാണ് ഇതെന്തായിട്ട് മാറുന്നത്? എക്സ് സ്ക്വയർ, എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയിട്ട് മാറുന്നത്, ഇവിടെ വൈ സ്ക്വയർ ഡി വൈ എന്നും കിട്ടുന്നത്. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷനാണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം. എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 ഈസ് ഈക്വൽ ടു വൈ ക്യൂബ് ബൈ 3 പ്ലസ് സി ഡാഷ്. നമ്മൾ എപ്പോഴും കോൺസ്റ്റൻറ്റ് ടേമിനെ മാത്രം ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനെ നമ്മൾ ഈക്വൽ സൈഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള ഈ വൈ ക്യൂബ് ബൈ 3 എന്ന് പറയുന്ന ടേം പോസിറ്റീവ് ടേമാണ്. അത് ഈക്വൽ സൈഡിൻ്റെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താകും? മൈനസ് വൈ ക്യൂബ് ബൈ 3 എന്നാകും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആക്ച്വലി നമുക്കിതിനെ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ബൈ 3 ഇസ് ഈക്വൽ ടു സി ഡാഷ് എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 3 സി ഡാഷ് എന്ന് എഴുതാം. ഇവിടുത്തെ ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പം ഡിവിഷൻ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവസാനം നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 3 സി ഡാഷ് എന്ന് കിട്ടും. നമ്മൾ എന്നിട്ട് ഈ 3 സി ഡാഷിനെ എന്തായിട്ടാണ് വിളിക്കുന്നത്? സി ഡാഷ് എന്ന് C1 എന്ന് വിളിച്ചു. ഇതിന് നമ്മളായിട്ട് ഒരു പേര് കൊടുക്കുന്നതാണ്. ഇത് അങ്ങനെ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റും തേർഡുമാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. എക്സ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഇസഡ് ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ വൈ സ്ക്വയർ. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന 2 ടേം എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്. ഈ 2 വൈ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് ഡി എക്സ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഡി ഇസഡ് എന്ന് കിട്ടും. അപ്പം എക്സിനെയും ഇസഡിനെയും നമ്മൾ അവരവരുടെ സ്ഥാനത്തേക്ക് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസഡ് ഉള്ള സ്ഥലത്ത് ഇസഡിനെ കൊടുക്കുകയാണ്. എക്സിൻ്റെ ടേംസിനൊക്കെ ഒരുമിച്ച് നിർത്തും, അതുപോലെ ഇസഡിൻ്റെ ടേംസിനെ നമ്മൾ ഒരുമിച്ച് നിർത്തും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇസഡ് ഡി എക്സ് ആണെന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഡയറക്റ്റ് ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകും.
ഈ പ്രോബ്ലമൊക്കെ വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാകണം. ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ എളുപ്പമാണ്, നമുക്കറിയാം. എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ x²/2 എന്ന് കിട്ടും. ഇസഡിൻ്റെ എന്ന് പറയുമ്പോൾ z²/2 + c ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. ഈ സി ഡബിൾ ഡാഷ് എന്ന് കൊടുത്തേക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു കോൺസ്റ്റൻറ്റിനെ സി ഡാഷ് എന്ന് കൊടുത്തു. സോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റൻറ്റിനെ മാത്രം ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ബാക്കി വേരിയബിൾസിനൊക്കെ നമ്മൾ വേറെ സൈഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പം എന്താകും, ഓട്ടോമാറ്റിക്കലി z²/2 എന്ന് പറയുന്ന ടേം നമ്മുടെ ഈക്വൽ സൈഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് പോകുന്ന സമയത്ത് മൈനസ് ടേമായിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x² - z²/2 = c ഡബിൾ ഡാഷ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം, അടുത്തത് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. x² - z² = c ഡബിൾ ഡാഷ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഈ 2c ഡബിൾ ഡാഷിനെ എന്തെന്ന് വിളിച്ചു, c2 എന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. x³ - y³ and x² - z² are independent and the general solution is given by x³ - y³ = c1 and x² - z² = c2. അങ്ങനെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ജനറൽ സൊല്യൂഷൻ ഉൾപ്പെടെ കിട്ടി പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് dx/y z = dy/x z = dz/xy. നമ്മൾ ആദ്യം ഇക്വേറ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് തന്നെയാണ്. അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു ടേമാണ് ഇസഡ് എന്ന് പറയുന്ന ടേം. സോ ഇസഡ് എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്ന എന്താണ്, dx/y = dy/x എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്തു, എക്സിൻ്റെ ടേംസിനെയൊക്കെ നമ്മൾ ഒരുമിച്ച് നിർത്തുന്നു, വൈൻ്റെ ടേംസിനെ ഒരുമിച്ച് നിർത്തുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇത് ആക്ച്വലി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. x dx = y dy എന്ന് കിട്ടും. എന്നിട്ട് ഇനി നോർമൽ ഇൻ്റഗ്രേഷൻ ആണ്. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, x dx = ഇൻ്റഗ്രേഷൻ x dx = ഇൻ്റഗ്രേഷൻ y dy എന്ന് കിട്ടും. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി എന്താ കിട്ടുന്നത്, x²/2 = y²/2 + c എന്ന് കിട്ടും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റൻറ്റ് ടേമിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് നിർത്തുക. കോൺസ്റ്റൻറ്റിനെ ഒരുമിച്ച് ഒരു സൈഡിലേക്ക് നിർത്തുക, വേരിയബിൾസിനെയൊക്കെ നമ്മൾ വേറെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും, x² - x²/2 - y²/2 = c എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ 2cനെ നമ്മൾ എന്ത് വിളിച്ചു, c1 എന്ന് വിളിച്ചു. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമുമാണ്. രണ്ടാമത്തെ ടേമിലും മൂന്നാമത്തെ ടേമിലും ഈക്വലായിട്ട് വരുന്ന ഒരു വേരിയബിളാണ് y എന്ന് പറയുന്നത്. ഡിനോമിനേറ്ററിൽ സെയിം ആയിട്ട് വരുന്ന ഒരു വേരിയബിളാണ് എക്സ് എന്ന് പറയുന്നത്. സോറി, എക്സ് ആണ്, y അല്ല. എക്സിനെ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു, വൈൻ്റെ ടേംസിനെ ഒരുമിച്ച് നിർത്തുന്നു, ഇസഡിൻ്റെ ടേംസിനെ നമ്മൾ ഒരുമിച്ച് നിർത്തുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും, y dy = z dz എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. ഇൻ്റഗ്രേഷൻ ഓഫ് y dy = ഇൻ്റഗ്രേഷൻ ഓഫ് z dz എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, y²/2 = z²/2 + c' എന്ന് കിട്ടും. കോൺസ്റ്റൻറ്റിനെ മാത്രം ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വേരിയബിൾസിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ y²/2 - z²/2 = c' എന്ന് കിട്ടും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, y² - z² = 2c' എന്ന് കിട്ടും. ഈ 2c' നമ്മൾ എന്ത് വിളിച്ചു, c2 എന്ന് വിളിച്ചു.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജനറൽ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു C1 എന്നും വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു C2 എന്നും കിട്ടി. എന്തായാലും ഏറ്റവും അവസാനം അങ്ങനെ എഴുതി വേണം നമ്മൾ എപ്പോഴും കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? dx by z is equal to dy by 0 is equal to dz by minus x. സോ നമ്മൾ ആദ്യത്തെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? dx by z is equal to dy by 0. നമുക്കറിയാം dy by 0 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ്. ഏതൊരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും ഡിവൈഡഡ് ബൈ 0, ഡിവിഷൻ 0 ആണെങ്കിൽ നമ്മളത് നോട്ട് ഡിഫൈൻഡ് ആണെന്ന് പറയുന്നത്. ബട്ട് ദ ഓൺലി വേ ദിസ് എക്സ്പ്രഷൻ മേക്ക് സെൻസ് ഇൻ ദ സിമെട്രിക് ഫോം ഇസ് dy by 0. അതായത് ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ പിന്നെ ദ റേഷ്യോ വാലിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ന്യൂമറേറ്ററും 0 ആണെന്ന് പറയാം. ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ ന്യൂമറേറ്ററും 0 ആണെന്ന് പറയും. ഡിവൈയും എന്തിനോട് ഈക്വലാണ്? 0യോട് ഈക്വലാണ്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും y ഈക്വൽ ടു C1 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? y ഈക്വൽ ടു C1 എന്ന് കിട്ടിയത്. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റും തേർഡും ഫ്രാക്ഷൻസാണ്. ആക്ച്വലി എന്തുകൊണ്ടായിരിക്കും നമ്മൾ സെക്കൻഡും തേർഡും എടുക്കാത്തത്? അങ്ങനെ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ സാമ്യമുണ്ടോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന വേരിയബിൾസ് തമ്മിൽ എവിടെയെങ്കിലും നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും അത് തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ നോക്കുക. ഓൾറെഡി നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഫസ്റ്റും തേർഡുമാണ്. ഫസ്റ്റിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇസഡ് ആണ്, അതിൻ്റെ ഡെറിവേഷനാണ് dz എന്ന് പറയുന്നത്. അതുപോലെ തന്നെ dzൻ്റെ ഡിനോമിനേറ്റർ x ആണ്, ഓപ്പോസിറ്റിലെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് dz ആണ്, ഡെറിവേറ്റീവ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഫസ്റ്റും തേർഡും ഫ്രാക്ഷൻസ് എടുത്തത്. അങ്ങനെ ഫസ്റ്റും തേർഡും ഫ്രാക്ഷൻസ് എഴുതി എക്സിൻ്റെ ടേംസിനെയൊക്കെ ഒരുമിച്ച് നിർത്തി, ഇസഡിൻ്റെ ടേംസിനെ ഒരുമിച്ച് നിർത്തി. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇസഡ് ഇൻറ്റു dz എന്ന് കിട്ടും. ഓക്കെ, നോർമൽ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇസഡ് dz. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഡാഷ്. കോൺസ്റ്റൻറ്റ് ടൈമിനെ മാത്രം നിർത്തുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു സി ഡാഷ് എന്ന് കിട്ടും. ഇത്രയും പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നപ്പം നമുക്ക് കിട്ടിയതെല്ലാം പോസിറ്റീവ് സൈൻ ആയതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്ന സമയത്ത് നെഗറ്റീവ് ടേം ആയിക്കൊണ്ടിരുന്നത്. ഇത് ഓൾറെഡി നെഗറ്റീവ് ടേം ആയതുകൊണ്ട് ഈക്വൽ സൈൻ ഇപ്പുറത്ത് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ടേം ആയിട്ട് മാറും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു C1 എന്ന് എഴുതാം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2C1 എന്ന് എഴുതാൻ പറ്റും. ഈ 2C1നെ നമ്മൾ എന്ത് വിളിച്ചു? C2 എന്ന് വിളിച്ചു. അങ്ങനെ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു C1, സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു C2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. ഇത്രയും മനസ്സിലായോ? മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, നമ്മുടെ നാലാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് dx by x ഈക്വൽ ടു dy by y is equal to dz by 3z. ആക്ച്വലി ഈ വേരിയബിൾസ് എല്ലാം കുഴപ്പമില്ലാതെ അവരെ ഈ എക്സിൻ്റെ ടേംസൊക്കെ ഒരുമിച്ച്, വൈൻ്റെ ടേംസ് ഒരുമിച്ച്, ഇസഡിൻ്റെ ടേംസ് ഒരുമിച്ചാണ്. സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നേരം ചെയ്തതുപോലെ കൊടുക്കേണ്ട ആവശ്യകതകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ആദ്യം നമ്മൾ ആദ്യത്തെ രണ്ട് ഫ്രാക്ഷൻസ് എടുത്തിട്ട് അതിനെയാണ് ആദ്യം ഇക്വേറ്റ് ചെയ്യുന്നത്.
സോ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ എങ്ങോട്ട് തന്നെ പോവുകയാണ്, ഇൻ്റഗ്രേഷൻ പ്രോസസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി വൈ വൈ. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് log x ആണെന്ന് അറിയാം അല്ലേ. സോറി ln ആണ്, log അല്ല, മിസ്റ്റേക്ക് പറ്റുന്നതാണ്, ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും, ln of x is equal to ln of y plus ln of c1. സോ നമ്മൾ കോൺസ്റ്റൻ്റ് ടേമിനെ ഒരുമിച്ച് നിർത്തി. ഇത് ലോഗരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. log of a minus b എന്ന് പറയുന്നതിനെ നമുക്ക് log of a by b എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി log of x plus log y എന്നാണെങ്കിൽ നമ്മളതിനെ എങ്ങനെ എഴുതും, log of xy എന്ന് എഴുതും. ഇതൊക്കെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, log of xy is equal to log c1 എന്ന് കിട്ടി. log 2 സൈഡ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് xy is equal to c1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെ ടേം തമ്മിൽ ഇക്വേറ്റ് ചെയ്യിക്കാൻ പോവാണ്. dy by y is equal to dz by 3z. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, log y is equal to 1/3 log z plus log c2 എന്ന് കിട്ടും. log y is equal to ഈ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്കിങ്ങനെ നമ്പേഴ്സ് വരുവാണെങ്കിൽ അതിനെ പവേഴ്സായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം log z raised to 1/3 plus log c2 എന്ന് കിട്ടും. കോൺസ്റ്റൻറ്റ് ടേമിനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ബാക്കി ടേമിനെ നമ്മൾ കൊണ്ടുവന്നു. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം, log of y by z raised to 1/3 is equal to log c2 എന്ന് കിട്ടും. log ഫങ്ഷൻസ് നമ്മൾ കളയുകയാണെങ്കിൽ y by z raised to 1/3 is equal to c2 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് രണ്ട് ജനറൽ ഇക്വേഷൻസ് കിട്ടി. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x by y is equal to c1 ഉം y by z raised to 1/3 is equal to c2 എന്നും കിട്ടും. അങ്ങനെ നമുക്ക് ഇതും സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു.